ഞാൻ കഴിച്ചു. നിനക്ക് വേണമെങ്കിൽ കഴിച്ചോ. എന്താടേ, ഓഫീസിൽ പോവാണോ? അതേട്ടാ, കുറച്ച് പണിയുണ്ട്. എന്ന് വെച്ചാ എല്ലാം കഴിഞ്ഞോ? ഇല്ല ഏട്ടാ, പെയിൻ ഇപ്പോഴും ഉണ്ട്. വേറെ വഴിയില്ലാത്തോണ്ടാ ജോലിക്ക് പോകുന്നത്. ഒത്തിരി ലീവ് എടുക്കാനും പറ്റില്ലല്ലോ. എടീ, നീ എപ്പോഴും 3 ദിവസത്തേക്കുള്ള ഈ കാര്യങ്ങളൊക്കെ പറയാ. ഇപ്പൊ എന്തു പറ്റി? അല്ല ഏട്ടാ, അബോഷൻ ആയപ്പോ തൊട്ട് ചിലപ്പോഴൊക്കെ 5 ഡേയ്സ് തൊട്ട് 7 ഡേയ്സ് വരെ പെയിൻ ഉണ്ടാവും. ഇത്തവണയും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. എന്ത് 7 ദിവസോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്കെന്നെ കാണുമ്പോ പ്രാന്തനെ പോലെ തോന്നുന്നുണ്ടല്ലേ? ഏട്ടാ, എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ശരി, ഇതുപോലെ നീലിക്കണൽ പഠിച്ചെന്നെ പറ്റിക്കാൻ നോക്കല്ലേ? വാ, ഡോക്ടറെ പോയി നോക്കാം. വാ, നിന്റെ പ്രോബ്ലം ഇന്ന് തന്നെ ശരിയാവണം. വാ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യത്തിനെ ഞാൻ തന്നെ കൊന്നു കളയും. വാടി. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ എനിക്ക് നിങ്ങൾ കാണുമ്പോ തന്നെ പേടി തോന്നുക. അതെടി, തോന്നും. ഒരു കൊച്ചിനെ തരാനും അർഹതയില്ല, ഭർത്താവിനെ സന്തോഷിപ്പിക്കാനും അർഹതയില്ല. അപ്പൊ നിനക്ക് എന്നെ കണ്ട പേടി തോന്നും. മതി, നിർത്തണം. എല്ലാത്തിനും എന്നെ തന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. ഇതിന് നീയും കൂടിയ കാരണം. എന്താണ് നീ പറയുന്നേ? അപ്പൊ ഞാൻ ആണല്ലെന്നാണോ? എന്നെ വിട്. വിട്. എത്ര ധൈര്യം ഉണ്ടാവും? വിട്. വിടാൻ. വിട്. എന്നെ വിട്. എന്താണ് ഇതൊക്കെ? നീ എന്താ ഈ ചെയ്യുന്നത്? ഇവള് കാരണം. എന്റെ മരുമകളെ പറ്റി എനിക്കറിയാം. ഇവള് നല്ല കുട്ടിയാ. ഓ, അപ്പൊ എല്ലാ കാര്യം നിങ്ങളോട് പറയുമല്ലേ? എടാ, ഒന്നും മിണ്ടാതിരിക്കെ. എനിക്കറിഞ്ഞൂടെ നിന്നെ പറ്റി. ഞാൻ നിന്നെ പെറ്റവളാ. ഇന്നലെ രാത്രി സംസാരിച്ചപ്പോ പോലും ഞാൻ നിന്നെ പറ്റി ചോദിച്ചു. എന്റെ ഭർത്താവ് എന്നെ നന്നായി നോക്കുന്നുണ്ട്, ചോദിച്ചതൊക്കെ വാങ്ങുന്നുണ്ടെന്ന് പെരുമയോടെയാ പറഞ്ഞ. നിന്നെ പറ്റി ഒരു ദിവസം പോലും ഇവള് കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് നിന്നെ പറ്റി നന്നായി അറിയാലോ. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. അതറിയാൻ വേണ്ടി വന്നപ്പോ നീ ഇവളുടെ കഴുത്തു പിടിച്ചു ഞെരിക്കുന്നു. മോളെ അമൃതേ, ഇപ്പൊ ഇവൻ എന്താ ചെയ്തതെന്ന് നീ മര്യാദയ്ക്ക് പറഞ്ഞോ. അത് വേറെ ഒന്നുമല്ല. അങ്ങേര് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു, അത് ഞാൻ ചെയ്യാൻ മറന്നു. അതുകൊണ്ട് തമാശക്ക് എന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചതാ, വേറെ ഒന്നുമല്ല. അമൃതേ, നീ എന്നെ അമ്മയായി കരുതുന്നുണ്ടെങ്കിൽ ഒളിക്കാതെ പറഞ്ഞോ. സത്യം പറയേ. എനിക്കിത് കൂടുതൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇനി നീ ഇവിടെ താമസിക്കേണ്ട മോളെ. എന്റെ ഒപ്പം പോന്നേക്ക്. ഇവിടെ ആരും തുണയില്ലാതെ ഒറ്റയ്ക്കിരുന്നാലേ ഇവൻ പഠിക്കൂ. അയ്യോ അമ്മ, അതൊന്നും വേണ്ട അമ്മ. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, പ്ലീസ്. ഇത് നോക്കമൃതേ, നീ ഇവിടെ നിന്നതും മതി, എല്ലാം സഹിച്ചതും മതി. ഞാൻ പറയുന്നത് ഇപ്പൊ കേക്ക്. അമ്മ ആവശ്യമില്ലാതെ തെറ്റിയതുകൊണ്ടിരിക്കുവാണ്. അതേടാ, ഇവളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തന്നില്ലേ, അത് തന്നെയാ വലിയ തെറ്റ്. അമൃതേ, നീ ഡ്രസ് എടുത്ത് പുറപ്പെടും, നമുക്ക് പോവാം. അമ്മ വേണ്ട അമ്മ, പ്ലീസ് അമ്മ. എടി, നീ എന്റെ വാക്ക് കേക്കില്ലേ? അങ്ങനെയൊന്നുമില്ല. ശരി, നമുക്ക് പോവാം അമ്മ. എടി, നീ എന്താ പോകാന്ന് പറയുന്നേ? അമൃതേ, നീ പോയി പുറപ്പെടാൻ നോക്ക്. ഇപ്പൊ ഇറങ്ങാം അമ്മ. ഡാ, ഇങ്ങോട്ട് വാ. എടാ, വരാനല്ലേ പറഞ്ഞ്? വന്ന ജോലിയെല്ലാം ഭംഗിയായി കഴിഞ്ഞില്ലേ, പിന്നെന്താ? എടാ, ഞാൻ നിന്റെ അച്ഛനെ എന്തിനാ ഉപേക്ഷിച്ചതെന്ന് അറിയോ? എനിക്കെന്താ അറിയാനാ? ഞാൻ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്, അമ്മ പറഞ്ഞാലല്ലേ. ഇപ്പൊ അതൊന്നും തമ്മിൽ എന്താ ബന്ധം അമ്മേ? ബന്ധം ഉണ്ടടാ.
ഇത്രയും ദിവസം അത് പറയാനൊരവസരം കിട്ടിയില്ല. ഇത് നോക്കു മോനെ, എപ്പോഴും ജീവിതത്തിൽ വികാരം, വേദന, പ്രതീക്ഷ, സ്നേഹം ഇതൊക്കെ ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾക്ക് കൂടുതലാണ്. അതാദ്യം നീ മനസ്സിലാക്ക്. എന്നുവെച്ച് എപ്പോഴും അവക്കത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇത് നോക്കടാ, എനിക്ക് നിന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ജീവനെ പോലെ സ്നേഹിച്ചു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക്. അയാളും എന്നെ സ്നേഹിച്ചിരുന്നെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നീ ജനിച്ച ശേഷമാണ് അത് തിരിച്ചറിഞ്ഞത്. നിന്റെ അച്ഛൻ അങ്ങനെയല്ലെന്ന് എന്റെ മോനായി നിന്നോട് പറയുന്നതിൽ നാണക്കേടില്ല. ഇപ്പൊ നീയും നിന്റെ അച്ഛന്റെ സ്ഥാനത്താണുള്ളത്. അങ്ങേർക്ക് എപ്പോ നോക്കിയാലും ഒരുമിച്ചിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ അതിന് മനസ്സും ശരീരവും സമ്മതിക്കണ്ടേ? ഇതിൽ രണ്ടിൽ ഒന്നില്ലെങ്കിൽ പോലും ശരിക്കുള്ള സന്തോഷം കിട്ടില്ല. എനിക്ക് പാടില്ലാതെ ആ 3 ദിവസം ഞാൻ കിടന്നാ പോലും നിന്റെ അച്ഛൻ എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. എന്തു ചെയ്യുന്നു, സുഖമാണോ, കയ്യും കാലും വേദനിക്കുന്നോ, ഒരു വാക്കുപോലും ചോദിക്കില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുമായിരുന്നു, എന്റെ ഭർത്താവിന്റെ കയ്യും കാലും തടവിത്തരണം, എന്റെ കൈ പിടിച്ച് സംസാരിക്കണം, വീട്ടുജോലികൾ ചെയ്യുമ്പോൾ അടുത്തുണ്ടായിരിക്കണം, പാചകം ചെയ്യുമ്പോ നമ്മളോടൊപ്പം നിന്ന് പച്ചക്കറി നുറുക്കിത്തരണം. ഇങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായാൽ എന്റെ വേദനയൊക്കെ പറന്നു പോകുമായിരുന്നു. പക്ഷേ ഒരു ദിവസം പോലും അങ്ങനെയൊന്നും സംഭവിച്ചിരുന്നില്ല. ഇതൊക്കെ കല്യാണം നടന്ന തുടക്കത്തിൽ സ്നേഹിക്കുന്ന പോലെ തോന്നും, പിന്നീട് അതൊന്നും ഉണ്ടാവില്ല. ഇത് നോക്കുമോനെ, ഈ പീരിയഡ്സ് എന്നത് സാധാരണ വേദനയല്ല. നിനക്കൊരു കാര്യം അറിയോ? ആ 3 ദിവസവും വേദന ജീവൻ പോകുന്ന പോലെയാ. നിൽക്കാനും പറ്റാതെ, ഇരിക്കാനും പറ്റാതെ, കുനിയാനും പറ്റാതെ പ്രസവ വേദനയ്ക്ക് തുല്യമായിരിക്കും അത്. എന്തിന്? സമാധാനത്തോടെ കഴിക്കാൻ പോലും പറ്റില്ല. കഴിച്ചാലോ പെട്ടെന്ന് തന്നെ ഛർദിക്കും. നിങ്ങൾക്കൊക്കെ എന്താ, എന്തിനും ഏതിനും ദേഷ്യപ്പെട്ടാ മതിയല്ലോ. ആ 3-4 ദിവസവും ഞങ്ങൾക്ക് എന്തുമാത്രം ടെൻഷൻ ഉണ്ടാവുന്നറിയോ? ഇതൊക്കെ ഞങ്ങൾ ആരോട് പോയി പറയാനാ? കുടുംബത്തിനു വേണ്ടി, ജോലിക്കു വേണ്ടി, ഭർത്താവിനു വേണ്ടി, മകനു വേണ്ടി എല്ലാം മറന്ന് ഞങ്ങൾ ജോലി ചെയ്യുന്നില്ലേ? ദേഹത്തെ രക്തം മുഴുവൻ വാർന്നുപോയി ഞങ്ങളൊന്ന് നോർമലാവാൻ അത്രമാത്രം ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് മോനെ. മോനെ, ഈ ഒരു കാര്യത്തെ എല്ലാവരും മുഖം ചുളിച്ച് അറപ്പോടെയാ നോക്കുന്നത്. എന്തിന്? അടുത്തു വന്ന് ഇരിക്കണമെങ്കിൽ പോലും ആലോചിക്കൂ. എന്നാൽ ആ 10 മാസവും നിങ്ങളുടെ ശരീരം അതിലാണ് ഊറിക്കിടന്നിരുന്നത്. അത് അംഗീകരിക്കാതെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എടാ, ഇത് നോക്ക്, ദിവസേന ജോലിക്ക് പോകുന്ന ഭർത്താവ് എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് കാത്തിരിക്കുന്നത് എല്ലാ പെണ്ണുങ്ങൾക്കും എന്ത് ഇഷ്ടമാണെന്നോ? വാത്സല്യം, കെട്ടിപ്പിടുത്തം, സ്നേഹം, ചെറിയ പ്രതീക്ഷ എല്ലാം കൂടെ ചേർന്നതാണിത്. എന്നാൽ ചിലർ അതുമാത്രം പ്രതീക്ഷിക്കുന്നത് തെറ്റാണ് മോനെ. എന്താടാ നിങ്ങളൊന്നും ഞങ്ങളെ ഒരിക്കലും മനസ്സിലാക്കാത്തത്? ഇത് നോക്ക്, കാലം മാറിക്കൊണ്ടായിരിക്കുന്നത്, പക്ഷേ മനുഷ്യന്മാരാണ് ഒരിക്കലും മാറാത്തത്. ഒരു ഫോണിന് കൊടുക്കുന്ന പരിഗണന പോലും കൂടെയുള്ള പുരുഷനോ കൂടെയുള്ള സ്ത്രീക്കോ കൊടുക്കുന്നില്ല. എനിക്കുണ്ടല്ലോ, ഈ ഭാവിയെ നോക്കുമ്പോൾ പേടിയാ തോന്നുന്നു. ഞാൻ നിന്റെ അച്ഛനെ ഉപേക്ഷിച്ച് തനിയെ വന്ന് എത്ര കഷ്ടപ്പെട്ടാ നിന്നെ വളർത്തിയത്. ഓരോ ദിവസവും നരകമായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടും പുരുഷന്റെ തുണയില്ലാതെ ജീവിക്കാൻ പറ്റും. എന്നാൽ ഈ സമൂഹത്തിൽ ജീവിക്കാനാണ് പറ്റാത്തത്. എന്നാൽ അത് ഞങ്ങളുടെ കാലത്തോടെ തീർന്നോട്ടെ മോനെ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വ്യക്തതയോടെയാണുള്ളതെന്ന് കരുതി കുഴപ്പത്തിൽ ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ വളരെ നന്നായിരുന്നു. ഇതിൽ കൂടുതലായി നിനക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല. അവസാനായി അവളെ ഞാൻ ഒരിക്കൽ കൂടി നിന്റെ അടുത്ത് വിട്ടിട്ട് പോവുക. നോക്കിക്കോണേ മോനെ. ഡാ മോനെ. അമ്മേ, പോയിട്ട് വരാം. ഏട്ടാ, ലഞ്ചിനുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാ. പിന്നെ പപ്പടവും വറക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റിൽ എല്ലാം ഉണ്ടാക്കി കഴിയും.
കഴിക്കാൻ ഇത് മതിയോ അതോ വേറെ വല്ലതും വേണോ? അമ്മ പുറപ്പെടാൻ പറഞ്ഞില്ലേ, നീ എന്താ പോകുന്നില്ല? ഞാൻ പോണെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ പോണമായിരുന്നു. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായിട്ടാ. നിങ്ങളും ഞാനും കുട്ടികളൊക്കെ സന്തോഷത്തോടെ ഒന്നിച്ചൊരു വണ്ടിയില് ബീച്ചിലേക്കും പാർക്കിലേക്കും അങ്ങനെ എല്ലായിടത്തും ഒന്നിച്ച് പോണെന്നാണ് ആഗ്രഹം. നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഏട്ടാ. എടി, മതിയാക്ക്. ഏട്ടാ, വേണ്ട ഏട്ടാ. ഏട്ടാ, എന്താ പറ്റിയേ? ഏട്ടാ, ഇങ്ങോട്ട് നോക്ക്. ഒന്നുമില്ല ഏട്ടാ, ഇങ്ങനെ കരയല്ലേ. ഒന്നുമില്ല. ഏട്ടാ, എന്താ പറ്റി? എന്തിനാ നിങ്ങൾ കരയുന്നത്? നോക്കി അമൃത, എനിക്ക് സോറി ഒന്നും കേൾക്കാൻ അറിയില്ല. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞോ. ഞാൻ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കട്ടെ? ഓക്കെ. ഏട്ടാ, എന്താ?